ഗൈസ്, ഞാൻ കെവിൻ. ഇന്ന് നമ്മൾ ഒരു ലൈവ് അറ്റാക്ക് അല്ല ഞാൻ കാണിക്കണത്. ഞാൻ 8 അറ്റാക്ക് ചെയ്തിട്ടാണ്. ആ 8 അറ്റാക്കിൻ്റെ റിപ്ലൈ ആണ് ഞാൻ കാണിക്കണത്. സംഭവം എന്ന് പറഞ്ഞാൽ ക്ലാൻ കാസ്കിൽ കേക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ലൈവ് അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ആ കേക്ക് ഇവൻ്റൊക്കെ തീർന്നുകൊണ്ട് നമുക്ക് ഇനി ഞാൻ ഒറ്റയടിക്കിരുന്ന് കളിച്ചു. ഒറ്റയടിക്കിരുന്നല്ല കളിച്ചത്, സെപ്പറേറ്റ് ആയിട്ട് കളിച്ച് ഒറ്റയടിക്കൊരു വീഡിയോയിലാക്കാനാണ് എൻ്റെ പ്ലാൻ. സോ എൻ്റെ 8 അറ്റാക്ക് കളിച്ച രീതി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് അറ്റാക്ക് ഞാൻ ചെയ്തത്. നമുക്കൊരു 2x ഇടാം. 2x ഇടുമ്പോൾ പെട്ടെന്ന് അറ്റാക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കുറിക്കാം റോയൽ ഞാൻ ഈ സൈഡിൽ കൂടെ ഇറക്കുന്നത്. മര്യാദയ്ക്ക് ആ ഏരിയ കംപ്ലീറ്റ് റോയൽ ചാമ്പ്യൻ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടോൾ എനിക്ക് കിട്ടിയൊരു ബോണസാണ് ബേസിക്കലി. ആ ബോണസിൽ ആ അറ്റാക്ക് കൊടുത്തു. നേരെ ഞാൻ ഈ സൈഡിൽ കൂടെ സ്കിന്നിൽ ഞാൻ വളരെ 2x ഇത് വീഡിയോ ഞാൻ കുറച്ച് 5x ഒക്കെ എടുക്കും. ഇത് പെട്ടെന്നായിരിക്കും അറ്റാക്ക് ചെയ്യണം, പെട്ടെന്ന് വീഡിയോ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ കൂടെ വാൾ കയറി ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോ കൊടുത്താണ് ഇങ്ങനെ വീഡിയോ കൊടുത്തു. വീണ്ടും വീഡിയോ കൊടുത്തു. ഓക്കെ ഗൈസ്, ഇതോടെ നമ്മുടെ ആ അറ്റാക്ക് തീർന്നിട്ടുണ്ട്. ആരാണ്? ട്രൈമാൻ 2. ട്രൈമാൻ 2വിനെ നമ്മൾ അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത എൻ്റെ സെക്കൻഡ് അറ്റാക്ക് ഞാൻ കാണിച്ചു തരാം. ട്രൈമാൻ 2 ഇനി നേരെ പോകാൻ പോണ ENES. ഇതൊക്കെ എന്ത് പേരാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ENESൻ്റെ അറ്റാക്കാണ് ഞാൻ കാണിക്കാൻ പോണേ. ഒരു 2x ഇട്ടിട്ടുണ്ട്. ഇനി മെയിൻ എന്ന് പറഞ്ഞാൽ ടൗൺ ഹാൾ പൊട്ടിക്കാം. റോയൽ ചാമ്പ്യൻ ഇറക്കി, പക്ഷേ തിരിച്ച് നടന്നു. ഓക്കെ, റോയൽ ചാമ്പ്യൻ കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത് ഗൈസ്. ഓക്കെ, കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു സീനും ഇല്ലാതെ പോകുന്നു. ഓക്കെ, അവരുടെ കാര്യങ്ങൾ വന്നു. ഇനി ഞാൻ ഇറക്കാൻ പോകുന്ന ഏത് ഡയറക്ഷനാണെന്ന് ചോദിച്ചാൽ ഏത് ഡയറക്ഷനാണ്. നേരെ ചെറിയ ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഞാൻ വളരെ കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് ലൈവ് റെക്കോർഡിങ് ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ കളിച്ച സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാറ്. അതിന് കളിച്ച റിപ്ലൈ എടുക്കാൻ ഞാൻ കളിച്ചത്. ഇതൊക്കെ ഞാൻ തന്നെ അറ്റാക്കിയത്, ഞാൻ തന്നെ കളിച്ചിട്ടേക്കാം. അപ്പോൾ ക്ലാഷ് കണ്ടാക്കാൻ വളരെ കുറച്ച് പേര് മാത്രമേ കളിക്കണം. എന്നിട്ട് ഞാൻ ഇടുന്നത് ഈസി ഗെയിംസ് ഒക്കെ ഇടണം. അതാണ് എൻ്റെ മെയിൻ. അതുകൊണ്ട് ക്ലാഷ് ഇടാമെന്ന് വിചാരിച്ചു. ക്ലാഷ് ഞാൻ ചെറുപ്പം മുതലേ കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇട്ടാൽ എൻ്റെ കരുതി കിട്ടും. ഓക്കെ ഗൈസ്, അതോടെ നമ്മൾ ഇനീസ് അവനെ അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 അറ്റാക്ക് വളരെ പെർഫെക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അറ്റാക്കിലോട്ട് പോകാം. അറ്റാക്കിലോട്ട് ENES കഴിഞ്ഞാൽ ആരാ? സെറ്റിൽ സാമിൻ്റെ ബേസ് ഇതാണ്. ബേസ് ഇറക്കിയിട്ടുണ്ട്. ഇൻവിസിബിൾ സ്പെൽ ഇട്ട് ആ ഏരിയ മൊത്തം ക്ലിയറാക്കി. എൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ടൗൺ ഹാളിനെ പൊട്ടിക്കുക അതാണ്. പക്ഷേ ടൗൺ ഹാളിൽ പൊട്ടിക്കില്ലെങ്കിൽ നമുക്ക് അത് ലക്കനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. ടൗൺ ഹാളിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് റൂട്ട് റൈഡേഴ്സ് ഉണ്ട്. രണ്ട് സൈഡിൽ 2 വാക്കി ഇറക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി റൂട്ട് റൈഡേഴ്സ് ഇറക്കിയിട്ടാണ് സൈഡിൽ വളരെ പെർഫെക്റ്റായിട്ട് പോകാൻ നമ്മളൊരു പൊസിഷൻ മാറ്റി കൊടുത്തത്. റോയൽ ചാമ്പ്യൻ ഇറക്കി നമ്മുടെ ബിൽഡിട്ട് നമ്മുടെ മോളാവിത്തിനൊക്കെ റോയൽ ചാമ്പ്യൻ പൊട്ടിച്ചിട്ടാണ് നമ്മുടെ ശക്തമായി മരിച്ചിട്ടുള്ളത്. ആ സൈഡ് അറ്റാക്കിന് ഈ സൈഡിലൂടെ പെക്കിങ് പിസാഡ് ഓക്കെ വളരെ സ്പീഡിലാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്കൊക്കെ ഒരു മീൻ കാണിച്ചു വയ്ക്കാം. എൻ്റെ ജസ്റ്റ് കുറിക്കാം. ഇത് ഞാൻ ജസ്റ്റ് മിസ്സിലാണ് എനിക്കൊരു 3 സ്റ്റാർ കിട്ടിയത്. ജസ്റ്റ് ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് എനിക്ക് 3 സ്റ്റാർ കിട്ടിയത്. അപ്പോൾ സെൽറ്റ് സാം 29 നമ്മൾ തീർത്തു കിട്ടും. നമുക്ക് അടുത്ത ആരെയാണ് ഞാൻ തീർത്തു കിട്ടിയെന്ന് എനിക്കറിയാം. ബേസിക്കലി ഇത് റെക്കോർഡ് ചെയ്യാൻ കാരണം എനിക്ക് നല്ല സെറ്റ് അറ്റാക്കായിരുന്നു എനിക്ക് കിട്ടിയത്. സെൽറ്റ് സാം. ഇനി നേരെ മൊസാല. ഇതൊക്കെ എന്ത് പേരാണ് ഒരു ഐഡിയയില്ല കേട്ടോ. മൊസാലയുടെ ബേസ് ഇതാണ്. 2x ഇട്ടു.
ചാമ്പ്യൻ ഈ സൈഡിൽ കൂടെ ഇറക്കിയ വളരെ വളരെ ഹാപ്പി ആയിട്ട് മനുഷ്യരെ പോകുന്നു. കറക്റ്റാണ് നമ്മൾ ബോക്സിലോട്ട് കയറി ടോഹാളം പൊട്ടിക്കുന്നു. ടോഹാളിനെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ സൈഡിലുള്ള നമ്മുടെ ബിൽഡിങ്സൊക്കെ വലിയ പയ്യെ ഓരോന്നായിട്ട് പൊട്ടി. പിന്നെ ഇൻവിസിബിൾസൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സർവൈവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. വളരെ നല്ലപോലെ സർവൈവ് ചെയ്തു. നേരെ ആ സൈഡിൽ വോൾക്കേറി ബീച്ചിൽ എനിക്ക് ഫണ്ടിലാണ് ആവശ്യം. അതാണ് നമ്മുടെ കുട്ടികളുടെ കറക്റ്റ് ബീച്ചിൻ്റെ അടുത്തോടെ എനിക്ക് സ്പ്രെഡായി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൽ തിരിച്ചു ഈ കൂട്ടം വളരെ ബ്രാൻഡ് ടവറാണ്. പ്രോജക്റ്റിനെ വിളിച്ചെടുക്കും, എല്ലാത്തിനും വിളിച്ചെടുക്കാം. ജെങ്കിനെ വിളിച്ചെടുക്കാം. എതിയൊക്കെ ബീച്ചിലൊക്കെ എതി നിൽക്കുന്നതല്ല ഇങ്ങനെ ബ്രിഗേഡ് കൊടുത്തു. റൈഡേഴ്സൊക്കെ നല്ല പോലെ കയറി 2 അറ്റാക്ക്. ഓക്കെ ഗൈസ്, ഇതോടെ അവിടെ ഒരു 40 സ്റ്റാർ മൊസാല നമ്മൾ 3 സ്റ്റാർ കൊണ്ട് അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ബേസാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ബാഡായിട്ടാണ് കളിച്ചത്. എവിടെ മൊസാല കഴിഞ്ഞിട്ട് എൽസല. ഇതൊക്കെ കസിൻസ് ആണെന്ന് തോന്നുന്നു ഇവിടെ. ഓക്കെ, എൽസലയുടെ ബേസാണിത്. 2x എൽസല ഞാൻ ഇവിടെ ഞാൻ ഇറക്കിയ വളരെ സ്മൂത്തായിട്ട് പോകുന്നു. അറ്റാക്ക് ചെയ്യുന്നു. ഗൈസ്, വീണ്ടും ഞാൻ ഇതേപോലത്തെ വീഡിയോ ആയിരിക്കും എനിക്കിപ്പോൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കളിച്ച കാര്യങ്ങൾ 8 അറ്റാക്ക് ഞാൻ ലൈവായിട്ടല്ല 8 അറ്റാക്ക് റിപ്ലൈ ആയിട്ട് ഞാൻ ലൈവ് കാണിച്ചത്. ലൈവ് അറ്റാക്ക് ഇടാൻ പറ്റുമെങ്കിൽ അത് 2x മാക്സിമം പറ്റത്തുള്ളൂ. മാക്സിമം ഞാൻ ലൈവ് തന്നെ ഇടാൻ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഗൈസ്, ഇനി ചെറുതായിട്ടൊക്കെ ഞാൻ വ്ലോഗൊക്കെ ഇടാനാണ് എൻ്റെ പ്ലാൻ. എൻ്റെ ഫ്രണ്ട്സിനെ വെച്ചാൽ വ്ലോഗ് ഇടാൻ അവരുടെ തിരുവള്ളിയൊക്കെ അങ്ങോട്ടൊക്കെ ഇട്ടാറുണ്ട്. എൻ്റെ അങ്ങനത്തെ എൻ്റെ ചാനൽ ഒരു മിക്സ്ഡ് ചാനലായിരുന്നു. ബേസിക്കലി എൻ്റെ ചാനൽ മെയിൻ ഫോക്കസ് ആണ് ഗെയിംസ്. ഇത് ജസ്റ്റ് മിസ്സിനാണ് ഗൈസ്. അതായത് നല്ലൊരു വിശ്വാസം നല്ല ജസ്റ്റ് മിസ്സിൽ അടുത്ത അറ്റാക്കാണ് ജസ്റ്റ് മിസ്സിൽ. ഓക്കെ ഗൈസ്, ഇതൊരു ജസ്റ്റ് മിസ്സാണ്. 94 ആരാണ്? എൽസലയ്ക്ക് ലക്കില്ല. എനിക്ക് ലക്കില്ല. എൽസലയുടെ ബേസ് നമ്മൾ 94 ഒതുക്കി കളഞ്ഞിരിക്കുകയാണ്. എൽസല കഴിഞ്ഞാൽ ആരാ? ലുക്കി 2. ഓക്കെ, ലുക്കി 2 വളരെ വളരെ ഇതാണ് ലുക്കി 2യുടെ ബേസ്. ജസ്റ്റ് മിസ്സിലാണ് ലുക്കി 2യുടെ 3 സ്റ്റാർ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇറക്കി മൂവിങ് ത്രൂ വെൽ. ഓക്കെ, ചെമ്മനൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത് ഗൈസ്. ഒരു സീനില്ലാതെ മുമ്പോട്ട് പോകുന്നു ഗൈസ്. മുമ്പോട്ട് പോകുന്നു. ഓക്കെ, അതത്ര ഞാൻ ഈ സൈഡിൽ നിന്ന് തന്നെയാണ് ഞാൻ അറ്റാക്ക് ചെയ്യുന്നത്. ഫണലിന് വേണ്ടിയാണ് നമ്മൾ 2 വാക്കുകൾ നടക്കുന്നത്. നിങ്ങൾ കാണാൻ വെച്ചതാണ്. റൈഡേഴ്സ് കറക്റ്റ് സെൻട്രിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇറക്കിയത്. അവരുടെ കിങ്ങിൻ്റെ പിറ്റി കൊടുത്തു. അവരുടെ വഴി ഓപ്പണാക്കി ജമ്പ് പൊട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ വഴി ഓപ്പണാക്കി സെൻറ്റിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വളരെ സിമ്പിളായിട്ട് തട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എരിയൊക്കെ സെറ്റ് സാധനം. ആ സൈഡിലുള്ള സാധനങ്ങളൊക്കെ അടിച്ച് കൈ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ അറ്റാക്ക് ഞങ്ങൾക്ക് ബേസിക്കലി ലക്കില്ലായിരുന്നു കാണിച്ചത്. ജസ്റ്റ് മിസ്സിലാണ് ഗൈസ്, ജസ്റ്റ് മിസ്സിലാണ് 99. അല്ലെങ്കിൽ എനിക്ക് ആ 8 ട്രോഫി എൻ്റെ കയ്യിരുന്നേനെ. അയ്യോ, അതേത് ബേസായിരുന്നു? 99% അറ്റാക്ക്. 99 ആരാ? ലുക്കി 2. ഇനി നമ്മൾ അടിക്കാൻ പോണേ ജിവോർജ് 6. ജിവോർജ് 6ൻ്റെ ബേസ് കുറച്ച് ടാസ്ക് അല്ല, വോൾസ് ഒന്നും ടാസ്ക് അല്ല. പക്ഷേ ഞാൻ കളിച്ച രീതിയിൽ എന്തോ ഒരു പ്രത്യേകിച്ച് ജിവോർജ് 6 ആണ്. അവിടെ കിങ് ക്യൂന് റോജൊക്കെ എല്ലാ സാധനങ്ങളുണ്ട്. അതാണ് ഏറ്റവും പ്രശ്നമുണ്ടായത്. എല്ലാവരും കാര്യമൊക്കെ സിമ്പിളായിട്ട് അടിച്ച് കൈ കൊടുത്തില്ല. ഓക്കെ, സംഭവം പൊട്ടിക്കുക, അതാണ് എൻ്റെ മെയിൻ. ഇത് ബാക്കിയൊക്കെ എനിക്ക് ബോണസ് ആയിട്ടാണ്. അത്രേ ഉള്ളൂ.
സൈഡിൽ കൂടെയാണ് ഞാൻ ബാക്കിയുള്ളവരെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഏകദേശം ആ റോയൽ ചാമ്പ്യൻ വളരെ സ്മോൾ പോർഷൻ മാത്രമേ ടീമിലേക്ക് ആ സൈഡിൽ കൂടെയൊക്കെ ആയിരിക്കും എല്ലാ സ്പോർട്ടായിട്ട് അതായിട്ടുണ്ട്. രണ്ടാമത് ഒരു പോയിന്റിൽ തന്നെ ഒരു ഇങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റിൽ തന്നെ ഇറങ്ങുന്നത് ഇങ്ങനെ ഫ്രീസർ സിമ്പിളായിട്ട് ഫ്രീസർ ഇറങ്ങും. ഇത്രയുള്ള കേസ് ഇത്രയുള്ളൂ. 27%. ജോർജ് 6 രക്ഷപ്പെട്ടു. ഇന്ന് ജോർജ് 6ൻ്റെ ഡേ ആണ്. ഓക്കെ, നമ്മൾ ഇനി എൻ്റെ റൈസർ വേ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് അറ്റാക്ക് ഞാൻ ചെയ്തത്. ഇതാണ് റൈസർ വേ 2x. ആലപ്പുഴയിൽ എൻ്റെ ടൗൺ ഹാൾ പൊട്ടിക്കുക. നിങ്ങളിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് റോയൽ ചാമ്പ്യൻ വേണ്ടി ടൗൺ ഹാൾ പൊട്ടിക്കാൻ വേണ്ടി പല ട്രിപ്പ് ഉപയോഗിക്കും. എന്നിട്ട് റെസ്റ്റ് ഓഫ് ദ കോഴ്സ് നിങ്ങൾക്ക് വേറെ പല ഡയറക്ഷൻ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഒരു സ്റ്റാർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പേടിക്കാൻ ആവശ്യമില്ല. ആ കൂളായിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. എനിക്കങ്ങനെയാണ് ഒരു കോൺഫിഡൻസ്. ചിലവരെ റിസ്ക് എടുത്ത് നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഇറക്കും. പക്ഷേ കഷ്ടപ്പെട്ട് അതിന് വരുന്ന ലക്കില്ലാതെ എല്ലാം സ്റ്റാർ കിട്ടിയിരുന്നു. സീരിയസ് ഇറക്കി ബാക്കി ഇറക്കി നമ്മുടെ ടെക്കിങ് വിസേർഡും സൈഡെല്ലാം ക്ലീൻ ആക്കി പോകുന്നു. നമ്മുടെ ഓപ്പറേറ്റേഴ്സിനും എക്സെട്ര ടൂൾസ് വളരെ ക്ലീൻ ആയിട്ട് അകത്തുള്ള ബേസിൻ്റെ സെറ്റാക്കി പോകുന്നത്. ഓപ്പറേറ്റേഴ്സിൻ്റെ മെയിൻ ഹെൽപ്ഫുൾ സാധനം പോലീസിനെ പൊട്ടിച്ചൊരു നല്ലൊരു സ്ലോ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഒന്നിനെ ഡ്രാഗൻ അങ്ങനെ വെച്ച് കളിക്കുന്നത്. ഷിപ്പിംഗ് ഓപ്പറേറ്റേഴ്സ് വെച്ചറിയാം നല്ല. ഇതാണ് എൻ്റെ ലാസ്റ്റ് അറ്റാക്ക്. നമുക്കൊരു ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് ടോട്ടൽ പ്രോഫിറ്റ് ഞാൻ കഴിക്കാം. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ലാസ്റ്റ് അറ്റാക്ക്. ലാസ്റ്റ് റൈസർ വെയിനൊക്കെ അടിച്ച് കൈ കൊടുത്ത് 40 ട്രോഫിയൊക്കെ കിട്ടി. ഓക്കെ, സെറ്റാണ്. ഇതോടെ എൻ്റെ 8 അറ്റാക്ക് തീർന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ടോട്ടൽ ബെനിഫിറ്റ് ട്രോഫി എത്രയെന്ന് ചോദിച്ചാൽ 289. ഓക്കെ, 289 ട്രോഫിയാണ് എനിക്ക് ടോട്ടലി കിട്ടിയത്. അതിൽ 185 ഡിഫൻസിൽ പോയി. സോറി ഗൈസ്, ആദ്യമായിട്ടാണ് എനിക്കൊരു 289 കിട്ടിയത്. 40 30 2 അറ്റാക്ക്. അതിൽ ഒരു അറ്റാക്ക് 289 ആണെങ്കിൽ പ്ലസ് ഒരു 8, അപ്പോൾ 296 ട്രോഫിയുടെ സംഭവം. ആദ്യമായിട്ടാണ് എനിക്കിത്. ഇതാണ് എൻ്റെ ട്രോഫി ഞാൻ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 5700 സംതിങ് ആണ്. 6000 പഠിക്കുന്നുണ്ട്. ഓക്കെ, 5702 അതാണ് എൻ്റെ ബേസിക്കൽ ട്രോഫി. ഇതാണ് എൻ്റെ പ്രൊഫൈൽ. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് എൻ്റെ പ്രൊഫൈൽ ഗൈസ്. ഇത്രേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതോടെ വീഡിയോ തീരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഇനി ഒരു വ്ളോഗ് പോലെ ഷോർട്സ് ഇടാൻ പ്ലാനുണ്ട്. ഇടും, സഹകരിക്കുക. ആ വ്ളോഗിൽ പറയണതൊന്നും നിങ്ങളെ കേൾക്കാൻ പാടില്ല. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ടുള്ളവർക്കൊക്കെ വളരെ വളരെ താങ്ക് യു. കണ്ടിട്ടില്ലാത്തവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇത്രേ പോലെ ഗൈസ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഒരു ബൈ.